ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശ വിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് PSCയുടെ ഇൻ്റർവ്യൂവിൽ മാർക്കിൻ്റെ മാനദണ്ഡം എന്താണ്, എന്തൊക്കെ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് ഒരു PSC ഇൻ്റർവ്യൂവിൽ മാർക്ക് വരുന്നത്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേയധികം പോയിന്റ്സ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ആണ് ചില എക്സാംസിന് മാത്രമാണ് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അതിലായിരിക്കും ഒരു 20 മാർക്കൊക്കെയാണ് മാക്സിമം നമ്മുടെ ഇൻ്റർവ്യൂസിന് വരാറുള്ളത്. എഴുത്ത് പരീക്ഷയുടെ ഒരു 20% എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെയാണ് സാധാരണ രീതിയിൽ ഇൻ്റർവ്യൂവിൻ്റെ പരമാവധി മാർക്കായിട്ട് വരുന്നത്. 100ലാണ് എക്സാമെങ്കിൽ അതിൻ്റെ 20% മാർക്ക്, 20 മാർക്സാണ് സാധാരണ രീതിയിൽ ഇൻ്റർവ്യൂവിന് വരാറുള്ളത്. ഇതാണ് PSCയുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പം ഈ ക്രൈറ്റീരിയയിൽ അവർക്കൊരു മിനിമം അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാർക്ക് കിട്ടും. അങ്ങനെ എന്തായാലും ഒരു സാധാരണ രീതിയിൽ 15 മാർക്കൊക്കെയാണ് മാക്സിമം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ കേട്ടിട്ടുള്ളത് 20 മാർക്കെന്നൊക്കെ കേട്ടിട്ടുള്ളത്. ഇനിയും അതിലാരൊക്കെ ആ ബോർഡിൽ വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറഞ്ഞത് 2 PSC അംഗങ്ങൾ വരും, ബന്ധപ്പെട്ട വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപന മേധാവി വരാറുണ്ട്, അതത് വിഷയവുമായി ബന്ധപ്പെട്ട വിദഗ്ധർ വരാറുണ്ട്. അങ്ങനെ ഒരു ബോർഡാണ് ഇൻ്റർവ്യൂ നടത്തുന്നത്. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് കയറുന്നതിനിപ്പുറം നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മുടെ ബയോഡേറ്റ എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ടായിരിക്കും. അതിപ്പോൾ ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആണ്. ആ ബയോഡേറ്റ ഫോം ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ ഹാളിലേക്ക് കയറുക. പേഴ്സണൽ ഇൻഫർമേഷൻസും ഒക്കെ നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്തേണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അവർ സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. PSCയുടെ ഇൻ്റർവ്യൂവിന് ഒരു സമയം എന്നൊക്കെ പറയുമ്പം സാധാരണ PSC എക്സാംസിൽ, അപ്പോൾ ടീച്ചേഴ്സിൻ്റെ എക്സാംസിലൊക്കെ ആണെങ്കിൽ ഒരു 15-20 മിനിറ്റൊക്കെയാണ് സാധാരണ വരുന്നത്. അതിൽ കൂടുതൽ ഇൻ്റർവ്യൂസ്, ഇപ്പോൾ KS പോലുള്ള ഇൻ്റർവ്യൂസിലൊക്കെ അതിൽ കൂടുതൽ സമയങ്ങൾ ഇൻ്റർവ്യൂസിന് വരാറുണ്ട്. ഇനിയും ഒരു ഉദ്യോഗാർത്ഥിയെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ബോർഡ് ചർച്ച ചെയ്തിട്ടാണ് ഒരു മാർക്ക് കൊടുക്കുക. മാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ചർച്ച ചെയ്തിട്ട്, അല്ലാതെ ഓരോരുത്തരും ഇൻഡിവിജ്വലി മാർക്ക് ഇടുകയല്ല. അതായത് അതോടൊപ്പം തന്നെ അവർക്ക് അറിയാൻ പറ്റില്ല, നമ്മുടെ റിട്ടേൺ എക്സാമിൽ എഴുതിയിരിക്കുന്ന മാർക്ക്, നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും സത്യം പറഞ്ഞാൽ ഇൻ്റർവ്യൂ ബോർഡിന് അറിയാൻ പോകുന്നില്ല, അല്ലേ? അപ്പോൾ അങ്ങനൊരു സംവിധാനമാണ് അവിടെ നിലവിലുള്ളത്. പിന്നെ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച ഏറ്റവും കുറഞ്ഞ മാർക്കും കൂടിയ മാർക്കും അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവർക്ക് ഇത് കാൻഡിഡേറ്റ് ഇതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അവരുടെ പേരുകളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു ചർച്ച ചെയ്ത ഒരു മാർക്കായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇൻ്റർവ്യൂസ് സാധാരണ എവിടെ വെച്ചൊക്കെയാണ് നടക്കാറുള്ളത്? സാധാരണ PSCയുടെ എല്ലാ ജില്ലാതല ഓഫീസുകളിലും ഇൻ്റർവ്യൂ നടക്കാറുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് വെച്ചും നമുക്ക് ഇൻ്റർവ്യൂസ് നടക്കാറുണ്ട്. ഇൻ്റർവ്യൂവിന് നമുക്കൊരു ടൈം ഷെഡ്യൂൾ തരും. ആ ഷെഡ്യൂളിൽ നമുക്ക് പങ്കെടുക്കണം. ഇനി ഇൻ്റർവ്യൂ നമുക്ക് പോസ്റ്റ്പോണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ സമയം മാറ്റണം എന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ PSC ഇൻഫോം ചെയ്യണം. ഇതാണ് ഇൻ്റർവ്യൂവിനെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഇൻ്റർവ്യൂസിൽ നമ്മൾ എന്ത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത്, ഇംഗ്ലീഷിൽ തന്നെ പറയണോ മലയാളത്തിൽ തന്നെ പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബോത്ത് മിക്സഡ് ആയിട്ടായിരിക്കും മിക്കപ്പോഴും ഇൻ്റർവ്യൂസ് നടക്കുന്നത്. അത് ഡിപ്പെൻസ് ഓൺ ആ ഒരു ജോബിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക, നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന ഇൻ്റർവ്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മലയാളത്തിലാണ് പഠിപ്പിക്കാൻ പറയുന്നത്, മലയാളത്തിൽ തന്നെ നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ക്ലാസ്സുകളൊക്കെ എന്ന് പറയുമ്പോൾ അട്രാക്റ്റീവായ രീതിയിൽ എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ് കപ്പാസിറ്റിയൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ട് ക്ലാസ്സുകളൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ മാർക്കിൻ്റെ മാനദണ്ഡങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. മാർക്കിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരിക്കലും അവർ റിട്ടേൺ എക്സാമിൻ്റെ മാർക്ക് കാണുന്നില്ല. നമ്മുടെ അവിടെയുള്ള പെർഫോമൻസിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും നമുക്ക് മാർക്കുകൾ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻസിനും എല്ലാ ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്. നമ്മൾ നമ്മുടെ ഒരു പാനലിൽ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം മിക്കപ്പോഴും ഒരേ തരത്തിലുള്ള ഒരേ പാറ്റേണിലുള്ള ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തും കടന്നു വരാറുണ്ട്. എന്നാൽ ഫ്രഷ് ചോദ്യങ്ങളും കടന്നു വരാറുണ്ട്. ഇനിയും എപ്പോഴും നമ്മളൊരു ഇൻ്റർവ്യൂവിന് PSC പ്രിപ്പയർ ചെയ്യുമ്പം ഇൻ്റർവ്യൂവിന് മോക്കുകൾ ധാരാളം എടുക്കുക. കാരണം നമുക്ക് മോക്ക് എടുക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യമായിട്ട് പോയിട്ടൊരു ഇൻ്റർവ്യൂവിന് PSC പാനൽ ചെയ്യുമ്പോൾ നമുക്ക് പല മിസ്റ്റേക്സും വരും. അവിടെ ഓരോ മാർക്കും വിലപ്പെട്ടതാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മോക്കുകൾ നിങ്ങളെ സഹായിക്കും. ഇപ്പം ഞങ്ങളൊക്കെ ക്ലാസ് കൊടുക്കും, മോക്ക് ഇൻ്റർവ്യൂസും കൊടുക്കും. അതോടൊപ്പം തന്നെ മോക്കിൻ്റെ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പം അവരുടെ കൃത്യമായ
ആവശ്യമായ വീഡിയോ റെക്കോർഡ് ചെയ്ത് അവരെ തന്നെ കാണിക്കും. അപ്പോൾ അതൊരു വലിയ അനാലിസിസ് ആണ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ ഇരിക്കുന്നു, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, അപ്പോൾ ഡ്രസ്സ് പിടിക്കുന്നുണ്ടാകും, ചിലപ്പോൾ മോതിരം ഇങ്ങനെ എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരഭാഷ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ വീഡിയോ റെക്കോർഡിങ് സഹായിക്കാറുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇൻ്റർവ്യൂസിന് പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾക്കൊരു ഒരു കോൺഫിഡൻസ് വേണം എന്ന് തോന്നുന്നവരാണ് എങ്കിൽ നിങ്ങൾ മോക്കുകൾ അറ്റൻഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇനിയും HSST ഇൻ്റർവ്യൂസ് അതോടൊപ്പം തന്നെ HSA ഇൻ്റർവ്യൂ ഒക്കെ പുതുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസാണ്. അപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ബാച്ചുകൾ ഇവയിലൊക്കെ ഉണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഞങ്ങളിന്ന് കണക്ട് ചെയ്യുക, ഇൻ്റർവ്യൂ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ അവിടെ സബ്ജക്റ്റ് വൈസ് എക്സ്പേർട്സിൻ്റെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ജനറൽ ഇൻ്റർവ്യൂ ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.